ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ. നമ്മൾ കഴിഞ്ഞ പാർട്ടുകളിലൊക്കെ പഠിച്ചത് ഏതൊക്കെ പഠിച്ചു? സ്പീഡിനെ പറ്റി പഠിച്ചു, വെലോസിറ്റി പഠിച്ചു, ആക്സിലറേഷൻ പഠിച്ചു, ഡിസ്റ്റൻസ് പഠിച്ചു, ഡിസ്പ്ലേസ്മെൻറ്റ് പഠിച്ചു. അപ്പം നിങ്ങൾ അതൊന്നും കൂടി എടുത്തു വെച്ച് നോക്കണം. അപ്പോൾ ഓവർ സ്പീഡിങ് ഓഫ് വെഹിക്കിൾസ് കോസ് ആക്സിഡൻറ്റ്. നമ്മളിപ്പം ഡെയിലി കേൾക്കുന്ന ന്യൂസാണ്. ഓവർ സ്പീഡിൽ വന്ന് പല ആക്സിഡൻറ്റുകൾ നടന്നു. അതുപോലെ തന്നെ സീബ്ര ക്രോസിങ് ചെയ്തപ്പോൾ അവിടെ ഓവർ സ്പീഡിൽ വന്ന് ആക്സിഡൻറ്റ് നടന്ന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡെയിലി ന്യൂസിൽ കേൾക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഈ ആക്സിഡൻ്റൊക്കെ ഒഴിവാക്കാം. കുറേ ട്രാഫിക് റൂൾസുകളുണ്ട്. ഇത് ആക്സിഡൻറ്റ് നടക്കുന്നത് ഓവർ സ്പീഡിങ് കാരണമാണോ? അല്ലല്ലേ, വേറെയും കാരണങ്ങളുണ്ട്. പെഡസ്ട്രിയൻസ്, അതായത് കാൽനടത്തക്കാർ, കുറേ റൂൾസുകൾ അനുസരിക്കാനുണ്ടല്ലേ. അന്നേരം കുറേ അത് സംബന്ധിച്ചുള്ള കുറേ അപകടങ്ങൾ ഒഴിവായി കിട്ടും. അപ്പോൾ നമുക്ക് എന്താണ് ട്രാഫിക് റൂൾസ് ഒബേ ചെയ്യേണ്ടത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിത്യേന നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വിച്ച് ആർ ദി ട്രാഫിക് റൂൾസ് ഫോർ പെഡസ്ട്രിയൻസ് ടു ഫോളോ? ഏതൊക്കെ ട്രാഫിക് റൂൾസുകളാണ് ഫോളോ ചെയ്യേണ്ടത്? പെഡസ്ട്രിയൻ ഷുഡ് വാക്ക് എലോങ് ദ റൈറ്റ് സൈഡ് ഓഫ് ദി റോഡ്. അതായത് റോഡിൻ്റെ റൈറ്റ് സൈഡ്, വലതുവശത്തോടു കൂടി മാത്രമേ കാൽനടത്തക്കാർ നടക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ് എന്താണ്? ക്രോസ് ദി റോഡ് ഓൺലി അറ്റ് ദ സീബ്ര ക്രോസിങ്. സീബ്ര ക്രോസിങ് ആ സൈനുള്ള സ്ഥലത്ത് മാത്രമേ, അവിടെ വെച്ച് മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. ഒബേയിങ് ദ ട്രാഫിക് സിഗ്നൽ. പിന്നെ എന്തോ ചെയ്യണം? ട്രാഫിക് സിഗ്നൽ ഒബേ ചെയ്യണം. പിന്നെ വേറെ എന്തൊക്കെ നമുക്ക് എഴുതാം? നെവർ റൺ വൈൽ ക്രോസിങ്, അല്ലേ? ക്രോസ് ചെയ്യുമ്പോൾ ഓടാൻ പാടില്ല. നെക്സ്റ്റ് ഒരെണ്ണം എങ്ങനെ എഴുതാം? പുട്ട് എവേ മൊബൈൽ ഫോൺ മാറ്റി വയ്ക്കുക. അവോയ്ഡിങ് ലിസണിങ് ടു മ്യൂസിക്. നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സൈഡിലൂടെ നടക്കുന്ന സമയത്ത് നമ്മൾ മ്യൂസിക് കേൾക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ആൻഡ് സ്റ്റേ അലേർട്ട് വൈൽ വാക്കിംഗ്. നടക്കുന്ന സമയത്ത് എപ്പോഴും അലേർട്ടായിരിക്കുക, അല്ലേ? ബാക്കിൽ നിന്ന് ഹോൺ വരുന്നതുമൊക്കെ നമ്മൾ ഇയർഫോൺ വെച്ച് മ്യൂസിക് കേട്ടുകൊണ്ടിരുന്നാൽ ബാക്കിൽ നിന്ന് ഏതെങ്കിലും വണ്ടി വന്ന് ഹോൺ അടിക്കുന്നതൊന്നും നമുക്ക് കേൾക്കാൻ കഴിയത്തില്ല. നെക്സ്റ്റ് നമുക്ക് സൈനുകളെ പറ്റിയാണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് നോക്ക്, റെഡ് കളറിൽ റൗണ്ടിനകത്ത് തരുന്നത് മാൻഡേറ്ററി സൈൻ, അതായത് നമ്മൾ ഉറപ്പായും പാലിക്കേണ്ടത്. നെക്സ്റ്റ് ഇതാണ് കോഷണറി സൈൻ, വാർണിംഗ് സൈൻ, അല്ലേ? ഇന്ന സ്ഥലത്ത് ഒരു പാലമുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊരു വളവുണ്ട്, അങ്ങനെയുള്ള വാർണിങ്ങുകൾ തരുന്നത്. നെക്സ്റ്റ് എന്താണ്? ഇൻഫർമേറ്ററി സൈന്, അതായത് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്. ബേസിക് ഇൻഫർമേഷൻ ഇൻഡിക്കേറ്റേഴ്സ്, സൂചകങ്ങൾ, അല്ലേ? അത് ഇങ്ങനെയുള്ള ഈ ബ്ലൂ കളറിൽ ഇങ്ങനെ ചതുരത്തിനകത്തായിരിക്കും തരുന്നത്. നെക്സ്റ്റ് നോക്ക്, എക്സാമ്പിൾസ് നോക്കൂ. മാൻഡേറ്ററി സൈനിൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നോ പാർക്കിംഗ്. അവിടെ നമ്മൾ പാർക്ക് ചെയ്യാൻ പാടില്ല, ചെയ്തു കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. അടുത്തെന്താണ്? നോ ബൈസിക്കിൾ പോകാൻ പാടില്ലാത്തത്. നോ ഹോൺ, അത് അവിടെ ആ ഒരു സ്ഥലത്ത് ചെന്ന് ഹോൺ അടിക്കാൻ പാടില്ല. അത് നമ്മൾ ഉറപ്പായിട്ടും പാലിക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് ഏതാണ്? കോഷണറി സൈന് എന്ന് വെച്ചാൽ എന്താണ്? വാർണിംഗ് സൈൻ, അല്ലേ? അവിടെ ഒരു ഹമ്പുണ്ട്, അല്ലെങ്കിൽ എന്താണ്? നാരോ ബ്രിഡ്ജാണ്, അല്ലെങ്കിൽ മുന്നിൽ സ്കൂളുണ്ട്, അങ്ങനെയൊക്കെ തരുന്ന സൈനുകൾ. അപ്പം നമ്മൾ അതിനനുസരിച്ച് അലേർട്ടായി അവിടെ പോവുക. അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചേക്കണം. റെഡ് റൗണ്ട് ഉള്ളത് ഏതാണ്? മാൻഡേറ്ററി ആണ്, ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ റെഡ് ട്രയാങ്കിളിൻ്റെ ആകൃതിയിലുള്ളത് അത് വെച്ചാൽ കോഷണറി സൈൻ അല്ലെങ്കിൽ വാർണിംഗ് സൈനാണ്. നെക്സ്റ്റ് നീല കളറിൽ ഇങ്ങനെയുള്ള ചതുരത്തിനകത്തുള്ളത് ഇൻഫോർമേറ്ററി സൈനാണ്, ഇൻഫർമേഷനാണ്. പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഡ്രൈവർ ഹാസ് ടു ഗോ. ഒരു ഡയറക്ഷൻ അനുസരിച്ച് പോകാൻ. ദ ഡിസ്റ്റൻസ് ടു വേരിയസ് പ്ലേസസ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് അതർ ഫെസിലിറ്റീസ്. നമുക്ക് പെട്രോൾ പമ്പ് അടുത്തുണ്ട്, അടുത്തൊരു പോലീസ് സ്റ്റേഷനുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലുണ്ട്, അങ്ങനെയുള്ള സൈനുകൾ തരുന്നതാണ് ഏതാണ്? ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഇൻഫർമേറ്ററി സൈന്. ഓക്കെ. നെക്സ്റ്റ് നോക്കൂ, നമ്മൾ ഇങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് റോഡിൽ ഇങ്ങനെ കുറേ സൈനുകൾ കൊടുത്തിരിക്കുന്നതാണല്ലേ. അപ്പം നോക്കാം നമുക്ക് അതെന്തൊക്കെയാണെന്ന്. വേറെ വെഹിക്കിൾ ആർ അലൗഡ് ടു ക്രോസ് ഇൻ ദ കൺട്രോൾഡ് മാനർ. അപ്പം ഇങ്ങനെ ഫിഗർ 2.11 കൊടുത്തിരിക്കുന്നത് വെഹിക്കിൾസ് ആർ അലൗഡ് ടു ക്രോസ് ഇൻ ദ കൺട്രോൾഡ് മാനർ. കൺട്രോൾഡ് മാനറിൽ ഇങ്ങനെയുള്ള സൈനുകളിലുള്ള സ്ഥലത്ത് ക്രോസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെയുള്ള യെല്ലോ കളർ കൊടുത്താലോ? വെൻ വെഹിക്കിൾസ് ആർ നോട്ട് അലൗഡ് ടു ക്രോസ്. ഇതിനകത്തൂടെ വെഹിക്കിൾസ് ക്രോസ് ചെയ്യാൻ പാടില്ല. ഇനി സീബ്ര ക്രോസിങ്, നമുക്കറിയാം സീബ്ര ക്രോസിങ് എന്താണെന്നല്ലേ. നെക്സ്റ്റ് നോക്ക്, ഡു ആക്സിഡൻറ്റ് ഒക്കർ ഒൺലി ബിക്കോസ് ട്രാഫിക് റൂൾസ് ആർ ഡിസൊബൈഡ്. ട്രാഫിക് റൂൾസ് ഡിസൊബൈ ചെയ്യുമ്പോഴാണോ നമ്മുടെ വണ്ടികൾ ആക്സിഡൻ്റ് ആവുന്നത്?
ഇൻ ഡിം ലൈറ്റ് എന്ന് വെച്ചാൽ വെട്ടം കുറവുള്ള സമയത്ത് ഡ്രൈവേഴ്സ് മേ നോട്ട് ബി ഏബിൾ ടു സീ പെഡസ്ട്രിയേഴ്സ് വാക്കിംഗ് അലോങ് ദ സൈഡ് ഓഫ് ദി റോഡിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത് കാണാൻ സാധിക്കുകയില്ല. ഓർ ക്രോസിങ് ദ റോഡ് വിയറിങ് ഡാർക്ക് ക്ലോത്ത്. അപ്പം വേറൊരു കാര്യം ഏതാണ്, നമ്മൾ പെഡസ്ട്രിയൽസിന് ഒബേ ചെയ്യേണ്ട ഒരു ട്രാഫിക് റൂൾസ് അടുത്തത് ഇപ്പം ഞാൻ ഒരെണ്ണം പറയാൻ പോവാം, മറ്റേതിൻ്റെ കൂടെ എഴുതിക്കോണം. വിയർ ബ്രൈറ്റ് ഓർ റിഫ്ലക്റ്റഡ് ക്ലോത്ത് എക്സ്പെഷ്യലി അറ്റ് നൈറ്റ് ഓർ ഇൻ ഡിം ലൈറ്റ് അല്ലേ. എന്നത് വെട്ടം കുറവുള്ള സമയത്ത് നമ്മൾ ബ്രൈറ്റും അല്ലെങ്കിൽ ഇച്ചിരി റിഫ്ലക്റ്റ് ചെയ്യുന്ന ക്ലോത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഡ്രൈവർമാർക്ക് കാണാൻ സാധിക്കും ഒരാൾ വഴിപോക്കക്കാരൻ അല്ലെങ്കിൽ കാൽനടത്തക്കാരൻ അതിലെ നടക്കുന്നു എന്ന് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നേരെ തിരിച്ച് നമുക്കങ്ങനെ അറിയാം, അവോയ്ഡ് ഡാർക്ക് ക്ലോത്ത്സ് ഡ്യൂറിങ് നൈറ്റ് ടൈം അല്ലേ, വൈൽ വാക്കിംഗ് അലോങ് ദ സൈഡ് ഓഫ് ദി റോഡ് ഓർ ക്രോസിങ് ദ റോഡ്. അങ്ങനെ വേണമെങ്കിലും പറയാം. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്, നേരെ തിരിച്ചിട്ടേക്കുന്നു, ഒന്ന് മറിച്ച് ഒന്ന് തിരിച്ചിട്ടേക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് എന്തോ നോക്കാം നമുക്ക്. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് ഗ്രാഫാണ്. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാനൊക്കെ നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ. ഒന്ന് പൊസിഷൻ ടൈം ഗ്രാഫും വേറൊന്ന് വെലോസിറ്റി ടൈം ഗ്രാഫ്. നമുക്ക് ഒരു ഗ്രാഫ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് രണ്ട് ക്വാണ്ടിറ്റി തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതിനെയാണ് ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയുണ്ട്? 2 ഡയമെൻഷണൽ ഡയഗ്രമാണ്. ഏതൊക്കെയാണ്? എക്സും വൈയും അല്ലേ, എക്സും വൈയും, അങ്ങനെ 2 ഡയമെൻഷണൽ ഡയഗ്രമാണ്. ഇനി ഗ്രാഫ് ദ ഹൊറിസോണ്ടൽ ലൈൻ എക്സും എക്സ് ഡാഷും വരുന്നത് ഹൊറിസോണ്ടൽ ആയിരിക്കും. വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് വൈയും വൈ ഡാഷും ആയിരിക്കും വരുന്നതെന്നറിയാം. അപ്പം ഇതിനകത്ത് പിന്നെ പോയിൻ്റ് വേറെ ആക്സിസ് മീറ്റ്, ഇപ്പം രണ്ട് എക്സ് ആക്സും വൈ ആക്സിസും കൂടെ മീറ്റ് ചെയ്യുന്നത് എവിടെ ആയിരിക്കും? 0-യിലായിരിക്കും അല്ലേ. പിന്നെ ഒ എക്സ് ഈസ് ദ പോസിറ്റീവ് ആക്സിസ്, എക്സ് ഡാഷ് ഈസ് ദ നെഗറ്റീവ് ആക്സിസ്. അതുപോലെ ലെഫ്റ്റിലോട്ട് അല്ലേ, റൈറ്റിലോട്ടുള്ളത് പോസിറ്റീവ്, ലെഫ്റ്റിലോട്ടുള്ളത് നെഗറ്റീവ്. നമുക്കറിയാം, നമ്പർ ലൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 തരം ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ പറ്റിയേ പഠിക്കാനുള്ളൂ. ഒന്ന് പൊസിഷൻ ടൈം ഗ്രാഫിനെ പറ്റിയും വേറൊന്ന് വെലോസിറ്റി ടൈം ഗ്രാഫിനെ പറ്റിയും. ഇത് 2 എണ്ണമേ ഇതിനകത്തുള്ളൂ. ഇതിലെ ഓരോ ചതുരത്തിൻ്റെയും ഓരോ സൈഡും 1 സെൻറ്റിമീറ്റർ വീതമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണേ. അപ്പോൾ ഈ ഒരു ചെറിയൊരു ചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയ കണ്ടപ്പോൾ 4 വശവും 1 1 1 1 ആകുമ്പോഴത്തേക്ക് അത് സ്ക്വയറാണ്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ 1 ഇൻറ്റു 1 എന്ന് പറയുന്നത് എന്തായി മാറും? 1 സെൻറ്റിമീറ്റർ സ്ക്വയറായി മാറും. അതാണ് ആ ഒരു ചെറിയ ചതുരത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ 2 ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത്, 2 എണ്ണം തമ്മിലുള്ള. ഞാൻ ആദ്യം പറഞ്ഞു പൊസിഷൻ ടൈം എന്ന് പറയുന്നത്, പൊസിഷൻ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റിയുടെയും ടൈം എന്ന് പറയുന്ന വേറൊരു ക്വാണ്ടിറ്റിയുടെയും തമ്മിലുള്ള ബന്ധം കാണിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഗ്രാഫ് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ വൈ ആക്സിസിലും കൊടുക്കും, ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ എവിടെ കൊടുക്കും? എക്സ് ആക്സിസിലും കൊടുക്കും. ഇതിൻ്റെ 2 എക്സാമ്പിളെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷണൽ 2 എക്സാമ്പിളെ നമുക്ക് പഠിക്കാനുള്ളൂ. പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും. നോക്ക്, ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പോൾ ഈ പൊസിഷൻ ടൈം ഗ്രാഫ് നിങ്ങൾ പഠിക്കുമ്പോൾ, ആ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് കിടക്കുന്നത് പൊസിഷനാണ്. അപ്പോൾ അത് നമ്മൾ എവിടെ കൊടുക്കണം? വൈ ആക്സിസിൽ കൊടുക്കണം. ടൈം എക്സ് ആക്സിൽ കൊടുക്കണം, മറന്നു പോവരുത് ഇത്. ഞാൻ പറഞ്ഞല്ലോ, എക്സ് എന്ന് പറയുന്നത് ടൈമാണ്, രണ്ടാമത് വെക്കുന്ന ടൈമാണല്ലോ. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡ് യൂണിറ്റ്, എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. അപ്പോൾ സെക്കൻഡ് കൊടുത്തോണം, ടൈമിൻ്റെ യൂണിറ്റ് കൊടുത്തോണം, സെക്കൻഡ് കൊടുക്കണം. വൈ ആക്സിസിൽ പൊസിഷനാണ്, പൊസിഷൻ എന്ന് പറയുമ്പോൾ മീറ്ററിൽ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്ന് മീറ്ററാണ്, മീറ്ററിൽ കൊടുക്കണം. നമുക്ക് ടൈം 2 4 6 8 10. പൊസിഷൻ എപ്പോഴെപ്പോഴായി? 2-ലായി, ഇപ്പോൾ 1-ലായി, 2-ലായി, 3-ലായി, 4-ലായി, 5-ലായി. അപ്പം ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. പൊസിഷൻ ടൈം ഗ്രാഫിൽ പൊസിഷനാണ് ആദ്യം കിടക്കുന്നത് വൈ ആക്സിസിൽ കൊടുക്കണം, ടൈം എക്സ് ആക്സിസിലും കൊടുക്കണം. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഇടയ്ക്ക് ഓരോ സെൻറ്റിമീറ്റർ പിന്നെ നീളമുള്ള കോളങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഗ്രാഫ് എടുത്ത് വെച്ചേക്കണം. അപ്പോൾ ഓരോ സെൻറ്റിമീറ്റർ കോളമുള്ളത്, അപ്പോൾ സ്കെയിൽ അടയാളപ്പെടുത്താനാണത്. അപ്പോൾ സ്കെയിൽ എന്ന് പറയുന്നത് ഇവിടെ ഏതൊക്കെയാണ്?
അതായത് പൊസിഷൻ്റെ സ്ഥലത്ത് മീറ്ററിലാണ് പൊസിഷൻ കൊടുത്തേക്കുന്നത്. അപ്പം 1 2 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ, 5 മീറ്റർ. അപ്പം നമുക്കറിയാം ഒരു കോളം എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. പക്ഷേ ഇവിടെ നമുക്ക് തന്നേക്കുന്ന പൊസിഷൻ വെച്ചാൽ മീറ്ററിലാണ്. അപ്പം ഈ 1 സെൻറ്റിമീറ്റർ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1 മീറ്ററിനെയാണെന്ന് നമ്മൾ കൊടുക്കണം. അതാണ് സ്കെയിൽ എന്ന് പറയുന്നത്. ഈ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് 1 മീറ്ററിനെയാണ്. അല്ലെങ്കിൽ നമുക്കത് സെൻറ്റിമീറ്റർ എന്നല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ ആ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കണം. അതുപോലെ ടൈം നമുക്ക് എങ്ങനെയാണ് തന്നേക്കുന്നത്? ടൈം തന്നേക്കുന്നത് 2 കൂടിപ്പോയി 2 സെക്കൻഡ്, 4 സെക്കൻഡ്, 6 സെക്കൻഡ് അങ്ങനെയാണ് കൂടിപ്പോകുന്നത്. ഇപ്പം 2 സെക്കൻഡ് വീതം കൂടി പോവുക. പക്ഷേ ഇവിടെ എങ്ങനെയാണ്? സെൻറ്റിമീറ്റർ ആണല്ലേ, 1 സെൻറ്റിമീറ്റർ. അപ്പം നമ്മൾ അവിടുത്തെ സ്കെയിൽ എങ്ങനെ കൊടുക്കും? 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് 2 സെക്കൻഡിനെയാണ്. അങ്ങനെ സ്കെയിൽ കൊടുക്കണം. ചിലപ്പോൾ കിലോമീറ്ററിലായിരിക്കും തരുന്നത്. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? ഗ്രാഫിൽ ഒരു കോളത്തിൻ്റെ അത് ഞാൻ ആദ്യമേ പറഞ്ഞത് അതിൻ്റെ ഒരു ലൈൻ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററേ ഉള്ളൂ. അപ്പോൾ 1 കിലോമീറ്ററിൻ്റെയാണ് നമുക്ക് ഗ്രാഫ് തരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണം? 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 കിലോമീറ്റർ റെപ്രസെൻ്റ് ചെയ്ത് പോകുന്നത്. അപ്പം 2 4 6 8 എന്നാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 2 കിലോമീറ്റർ. അങ്ങനെ സ്കെയിൽ കൊടുക്കണം. സ്കെയിൽ കൊടുക്കാൻ മനസ്സിലായല്ലോ? ഇല്ലെങ്കിൽ റിവൈൻഡ് ചെയ്ത് കാണണം. സ്കെയിൽ കൊടുക്കുന്നത് തെറ്റിപ്പോയാൽ ഗ്രാഫ് തെറ്റിപ്പോവും. ഓക്കെ, അപ്പം നമുക്ക് സ്കെയിൽ മനസ്സിലായല്ലോ? നിങ്ങൾക്ക് സ്കെയിൽ കൊടുക്കാൻ മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾക്ക് എന്തുവാണോ ക്വസ്റ്റ്യനിൽ തരുന്നത് അതെടുത്ത് സ്കെയിൽ കൊടുക്കുക. അത് സെൻറ്റിമീറ്ററിലാണ് തരുന്നതെങ്കിൽ 1 സെൻറ്റിമീറ്റർ റെപ്രസെൻറ്റ് ഇത്ര. കാരണം ഇതിനകത്ത് 1 സെൻറ്റിമീറ്ററാണ് ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇത്ര മീറ്റർ ആണെങ്കിലോ കിലോമീറ്റർ ആണെങ്കിലോ അല്ല സെൻറ്റിമീറ്റർ ആണെങ്കിലോ അത് ആ ഒരു ഈസ് ഈക്വൽ ടു റെപ്രസെൻറ്റേഷൻ കൊടുക്കുക. അതേ കണക്ക് ടൈമും സെക്കൻഡിലായിരിക്കും. ചിലപ്പോൾ മണിക്കൂറിലാണോ സെക്കൻഡിലാണോ എങ്ങനെയാണോ തരുന്നത് ഗ്രാഫിൽ, അതിനനുസരിച്ച് നിങ്ങൾ ടൈമും കൊടുക്കുക. കാരണം 1 സെൻറ്റിമീറ്ററാണ് വരുന്നത്, 1 സെൻറ്റിമീറ്റർ വെച്ച് ടൈം കൊടുക്കുക. ഈസ് ഈക്വൽ ടു ഇട്ടിട്ട് എത്ര ടൈം എന്ന് വെച്ചാൽ ടൈം കൊടുക്കുക തരുന്നതിനനുസരിച്ച്. ഇവിടെ നോക്ക്, നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു, സ്കെയിൽ കൊടുത്തു. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്ററിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. എക്സ് ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 2 സെക്കൻഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ സ്കെയിൽ കൊടുത്തു. അതിനുശേഷം കോളത്തിനകത്ത് നമുക്കറിയാം 2 സെക്കൻഡിൽ 1 മീറ്റർ സഞ്ചരിച്ചു അല്ലേ. അപ്പം നമ്മളിവിടെ ഗ്രാഫിൻ്റെ പോയിൻ്റ് ഇട്ടു. അടുത്തത് 4 സെക്കൻഡ് ആയപ്പോൾ 2 മീറ്റർ സഞ്ചരിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ വരും. 6 സെക്കൻഡ് ആയപ്പോൾ 3 മീറ്റർ സഞ്ചരിച്ചു, ഇവിടെ വരും. 8 സെക്കൻഡ് ആയപ്പോൾ 4 മീറ്റർ സഞ്ചരിച്ചു, ഇവിടെ വരും. 10 സെക്കൻഡ് ആയപ്പോൾ 5 മീറ്റർ സഞ്ചരിച്ചു, ഇവിടെ വരും. ഇനി അത് ചേർത്ത് നമുക്ക് ഗ്രാഫ് വരയ്ക്കണം. ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ നേച്ചർ ഓഫ് ദി ഗ്രാഫ് ഒബ്റ്റെയിൻഡ്. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരച്ചു. അപ്പോൾ ഗ്രാഫിൻ്റെ നേച്ചർ എന്താണ്? ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ അല്ല അല്ലേ. പിന്നെന്താണ്? കർവ്ഡ് ലൈൻ അല്ല. അപ്പോൾ പിന്നെന്താണ്? ആൻ ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. ചരിഞ്ഞ സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് കിട്ടിയത്. ബൈ വാട്ട് നെയിം ദിസ് ഗ്രാഫ് നോൺ. ഏത് നെയിമാണ് ഇതിൻ്റെ ഗ്രാഫിൻ്റെ പേര്? പൊസിഷൻ ടൈം ഗ്രാഫ്. ഫ്രം ദി ഷേപ്പ് ഓഫ് ദി ഗ്രാഫ് ഒബ്റ്റെയിൻഡ് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദി വെലോസിറ്റി ഓഫ് ദി ഒബ്ജക്റ്റ്. നമുക്കറിയാം ഇതെന്ന് പറയുന്നത് ഈക്വൽ ഡിസ്റ്റൻസ് ആണല്ലേ. ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണല്ലേ. 2 സെക്കൻഡ് ആയപ്പോൾ 1 ആണ്, അതിനക്ക് 4 സെക്കൻഡ് ആയപ്പോൾ 2 ആണ്. അപ്പോൾ ഈക്വൽ ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം? യൂണിഫോം വെലോസിറ്റി ആണല്ലേ ഇതിന് കിട്ടിയിരിക്കുന്നത്. ഇനി വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ 5 സെക്കൻഡ്. 5 സെക്കൻഡ് ആയപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്ക്, സെക്കൻഡ് നോക്ക്, ഇതിനകത്ത് 5 സെക്കൻഡ് ഇല്ല. 4 സെക്കൻഡിനും 6 സെക്കൻഡിനും ഇടയ്ക്കാണ് 5 സെക്കൻഡ് എന്ന് നമുക്കറിയാം. 4 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ 6 സെക്കൻഡാണ് അതിനകത്തുള്ളത് അല്ലേ. അപ്പം നമുക്ക് 5 സെക്കൻഡ് കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ഗ്രാഫിൻ്റെ ഒരു കോളത്തിന് 1 സെൻറ്റിമീറ്റർ നീളവും 1 സെൻറ്റിമീറ്റർ വീതിയുമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ 1 സെൻറ്റിമീറ്റർ നീളവുമായിട്ടുള്ള ഈ ഒരു കോളത്തിന് 10 ഡിവിഷൻസ് ഉണ്ട്. നമുക്കറിയാമല്ലോ, ഒരു സ്കെയിലിൽ എടുത്ത് നോക്കിയാലും 1 സെൻറ്റിമീറ്ററിൻ്റെ ഇടയ്ക്ക് 10 മില്ലിമീറ്ററിൻ്റെ ലൈൻ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ 10 മില്ലിമീറ്റർ ഉണ്ട്, 1 സെൻറ്റിമീറ്ററിൻ്റെ ഇടയ്ക്ക് 10 മില്ലിമീറ്റർ ഉണ്ടെന്നറിയാം. അപ്പം നമുക്ക് ഈസി 4നും 6നും ഇടയ്ക്ക് 10 എണ്ണം ഉണ്ട്, ലൈനുണ്ട്. അപ്പം അതിൻ്റെ ഒത്ത നടുക്കായിട്ട് വരും 5 ആവുമ്പോൾ അല്ലേ. അതായത് 4 കഴിഞ്ഞിട്ട്
അടുത്ത അഞ്ചാമത്തെ മില്ലിമീറ്റർ. അപ്പോൾ ആ ഒരു അഞ്ചാമത്തെ ആയിരിക്കുമല്ലോ 5 സെക്കൻഡ് എന്ന് പറയുന്നത്. നമ്മൾ 5 സെക്കൻഡ് കണ്ടുപിടിച്ചു. ഈ 5 സെക്കൻഡിൽ നിന്നും, അതായത് 4ൻ്റെയും 6ൻ്റെയും ഇടയ്ക്കാണ് 5 വരുന്നത്. അതേണക്ക് തന്നെ 6ൻ്റെയും 8ൻ്റെയും ഇടയ്ക്കായിരിക്കും 7 വരുന്നത്. അപ്പോൾ ഈ 5 സെക്കൻഡ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിന് മുകളിലോട്ട് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഈ ഗ്രാഫിൽ ഈ വരച്ച് ഈ ഇൻക്ലൈൻഡ് ഗ്രാഫിൽ വന്നത് ടച്ച് ചെയ്യും. അതിന് ഈക്വലായിട്ടുള്ള ലെഫ്റ്റ് സൈഡിലോട്ട് വരച്ച് പൊസിഷനിലും മുട്ടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്ക്. 2നും 3ക്കും ഇടയിലുള്ളൊരു പോയിന്റ് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത നടുക്കാണല്ലോ. അപ്പോൾ നമുക്കത് എന്ത് പറയാം, 2.5 ആയിരിക്കും. കാരണം ഇത് എന്താണ്, യൂണിഫോം വെലോസിറ്റിയിലാണിത് പോകുന്നത് അല്ലേ. നെക്സ്റ്റ് ഏതാണ്, വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ടു ട്രാവൽ ഇൻ 1.5 മീറ്റർ. അതുപോലെ തന്നെ 1.5 മീറ്ററിൽ ആകാൻ വേണ്ടി എത്ര ടൈം എടുത്തു എന്നല്ലേ. 1.5 ആകുമ്പോഴത്തേക്ക് 1നും 2നും ഇടയ്ക്ക് 10 മില്ലിമീറ്റർ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം 1.5 ആകുമ്പോൾ 1നും 2നും ഒത്ത നടുക്ക് വരും. അപ്പം ഒത്ത നടുക്ക് വരച്ചിട്ട് നേരെ ഗ്രാഫിൽ കൊണ്ടുവന്ന് മുട്ടിക്കുക, നേരെ താഴോട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടൈം കിട്ടും. താഴോട്ട് വരയ്ക്കുമ്പോൾ 2നും 4ൻ്റെ ഇടയ്ക്ക് വരും. 2ൻ്റെ 4ൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ ഏതായിരിക്കും, 3 ആയിരിക്കും അല്ലേ. 3 സെക്കൻഡ് കൊണ്ടാണ് 2.5 മീറ്റർ ട്രാവൽ ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഇനി അനദർ സിറ്റുവേഷൻ നോക്ക്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ദി മോഷൻ ഓഫ് എ കാർ ഈസ് ഗിവൺ. ഇതിനകത്തും എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. നമ്മൾ വൈ ആക്സിസിൽ പൊസിഷൻ കൊടുക്കുന്നു, എക്സ് ആക്സിസിൽ ടൈം കൊടുക്കുന്നു. സ്കെയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 സെക്കൻഡാണ്. അത് എക്സ് ആക്സിസിൽ. വൈ ആക്സിസിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മീറ്ററിനെയാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം 10, 20, 30, 40 അങ്ങനെ പോകുന്നു. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഗ്രാഫ് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണെന്ന്. പിന്നെ ഈ ഗ്രാഫിൻ്റെ പേര് കണ്ടുപിടിക്കുന്നത് എങ്ങനെ വെച്ചാൽ അതിൻ്റെ വൈ ആക്സിസിലെ പേര് ഹൈഫൺ എക്സ് ആക്സിസിലെ പേര്. വൈ ആക്സിസിലെ പേരെന്താണ്, പൊസിഷൻ മൈനസ് ടൈം. അപ്പം പൊസിഷൻ ടൈം ഗ്രാഫ്. അപ്പം നേരെ തിരിച്ചിടുമ്പോൾ ഫസ്റ്റ് വരുന്നത് വൈ ആക്സിസിലും രണ്ടാമത് വരുന്നത് എക്സ് ആക്സിസിലും കൊടുക്കണം. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് നോക്കാം, ഇനി ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഹൗ ക്യാൻ ബി ഫൈൻഡ് ദ വെലോസിറ്റി ഓഫ് ദി കാർ ഫ്രം എ ടു ബി ഫ്രം ഗ്രാഫ് 2.4. അപ്പോൾ 2.4 ഗ്രാഫിലെ ആ കാറിൻ്റെ വെലോസിറ്റി എവിടുന്ന് എ മുതൽ ബി വരെ ഉള്ള വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈമാണ്. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, എ മുതൽ ബി വരെ ഉള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ബൈ ടൈം, സെക്കൻഡ് എവിടെ, എ മുതൽ ബി വരെ. എയിൽ നിന്നും ഉള്ള വൈ ആക്സിസിലെ പോയിൻ്റ് എവിടെയാണ്, 20 ആണ്. ബിയിൽ നിന്നുള്ള വൈ ആക്സിസിലെ പോയിൻ്റ് എത്രയാണ്, 50 ആണ്. അപ്പോൾ 20 മുതൽ 50 വരെയാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അവിടുത്തെ എടുക്കണം. അത് കഴിഞ്ഞ് അല്ലെങ്കിൽ പൊസിഷൻ കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ടൈം എടുക്കണം. എ മുതൽ താഴോട്ട് വെച്ച് എക്സ് ആക്സിസിലാണല്ലോ നമ്മൾ ടൈം അടയാളപ്പെടുത്തിയത്. അപ്പോൾ എക്സ് ആക്സിസിൽ എത്രയാണ്, 4 മുതൽ ബി എവിടെയാണ്, 10 വരെ. അത് അവിടെ അത്ര അടയാളപ്പെടുത്തി ടൈം എടുക്കണം. നമുക്ക് 20നും 50നും ഇടയ്ക്കുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് S1 20ലും S2 എന്ന് പറയുന്നത് 15ലും. S1ഉം S2ഉം ആ ഒരു പൊസിഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 20നും 50നും ഇടയ്ക്ക് എത്രയാണ്, 20 മുതൽ 30 വരെ 10, 30 മുതൽ 40 വരെ 10, 40 മുതൽ 50 വരെ 10. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഡിസ്പ്ലേസ്മെൻ്റ് അല്ലെങ്കിൽ പൊസിഷൻ എത്ര കിട്ടും, 30 കിട്ടും. 0 മുതൽ 15 വരെ നിങ്ങൾ എടുത്തിട്ട് അതിൽ നിന്നും 20, നമുക്ക് 20ക്ക് മുകളിലോട്ടല്ലേ വേണ്ട, അപ്പോൾ 20 വരെ മൈനസ് ചെയ്ത് കളയാം. അപ്പം എന്നാലും നമുക്ക് എന്തോ 50ന്ന് 20 മൈനസ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് 30 കിട്ടും. നെക്സ്റ്റ് അപ്പം നമുക്ക് പൊസിഷൻ കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് ടൈം കിട്ടണം. ടൈം നോക്കുക, എവിടെ 4 മുതൽ 10 വരെയാണ് എത്ര കൂടി പോകുന്നത്, 2 വെച്ചിട്ടാണ് കൂടി പോകുന്നത്. അപ്പം 4 മുതൽ 6 വരെ 2, 8 വരെ 8 വരെ 2, 10 വരെ 2. അപ്പോൾ എത്ര കിട്ടി നമുക്ക്, 2, 4, 6 കിട്ടി. നമുക്ക് 4 മുതൽ 10 വരെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 0 മുതൽ 10 വരെ എടുത്തിട്ട് അതിൽ നിന്ന് 0 മുതൽ 4 വരെയുള്ള അത്രയും ഭാഗം അങ്ങ് ഡിലീറ്റ് ആക്കി കളയുക. അപ്പോൾ അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് ഈ 4 മുതൽ 10 വരെയുള്ള ടൈം കിട്ടും. അപ്പം നമുക്ക് പൊസിഷൻ 30 ആണ്. അതിൽ നിന്ന് 6 മൈനസ് ചെയ്യണം. 6 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 5 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ് ആണല്ലേ. അതായത് 30യെ 6 കൊണ്ട് വെട്ടുമ്പോൾ 5 കിട്ടും, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. 5 മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി കാർ ഫ്രം എ ടു ബി ഇൻ ദ ഗ്രാഫ്. ആ എ ടു ബിയിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ടു ബി എന്ന് പറയുമ്പോൾ എ മുതൽ ബി വരെയുള്ളത്. എയുടെ വൈ ആക്സിസിലെ പൊസിഷൻ 20യും ബിയുടെ വൈ ആക്സിസിലെ പൊസിഷൻ 50യും. അപ്പോൾ ഈ 20 മുതൽ 50 വരെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഫുള്ളിൽ നിന്നും നമ്മൾ 20 മൈനസ് ചെയ്തെടുത്താൽ മതി. അതായത് 0 മുതൽ 15-ൽ നിന്നും 0 മുതൽ 20 വരെയുള്ള ഭാഗം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 20 മുതൽ 15 വരെയുള്ള ഭാഗം കിട്ടും. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? 15 ടോട്ടൽ മൈനസ് 20, ഇത്രയും കളയേണ്ട അത്രയും ഭാഗം 20 ഇസ് ഈക്വൽ ടു 30 അല്ലയോ? അപ്പോൾ എ മുതൽ ബി വരെ 30. വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ കാർ ടു ട്രാവൽ ഫ്രം എ ടു ബി. അതുപോലെ തന്നെ ടോട്ടൽ നിന്നും എത്ര വരെയാണോ നമുക്ക് വേണ്ടാത്തത് അത് മൈനസ് ചെയ്ത് കളയാം. അപ്പോൾ എന്തോ 10 ആണ് ടോട്ടൽ, അതിൽ നിന്ന് 4 മുതലാണ് നമുക്ക് അങ്ങോട്ടാണ് വേണ്ടത്. അപ്പോൾ 4 മൈനസ് ചെയ്ത് കളയുമ്പോൾ 6 സെക്കൻഡ് കിട്ടും അല്ലേ? നെക്സ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. S2 മൈനസ് S1 T2 മൈനസ് T1. ഡിസ്പ്ലേസ്മെൻറ്റ് 30 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 30/6 അല്ലേ? അപ്പോൾ ഇത് കിട്ടും 5 മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദി കാർ അറ്റ് ദ 6th സെക്കൻഡ് ഇൻ ദ ഗ്രാഫ്. 6ാമത്തെ സെക്കൻഡിൽ ആ കാറിൻ്റെ പൊസിഷൻ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. 6ാമത്തെ സെക്കൻഡിൽ എവിടെ ആയിരിക്കും നിൽക്കുന്നത്? 30 മീറ്ററിൽ അല്ലേ? നെക്സ്റ്റ് വിച്ച് ടൈപ്പ് ഓഫ് വെലോസിറ്റി ഡസ് ദിസ് കാർ ഹാവ്. നമുക്കറിയാം യൂണിഫോം വെലോസിറ്റിയാണ് അല്ലേ? ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് അത് കവർ ചെയ്യുന്നത്. അത് 5 മീനുകൾ ഓരോന്നും എടുത്ത് നമ്മൾ വെലോസിറ്റി കാണുന്ന പോലെ ചെയ്ത് നോക്കിയാൽ 5 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ചെയ്ത് നോക്കണേ ഒന്ന്. ഇനി നെക്സ്റ്റ് വരുന്നത് ഫൈൻഡ് ഔട്ട് ദ വെലോസിറ്റി ഓഫ് ദി കാർ ബിറ്റ്വീൻ 6 സെക്കൻഡ് ആൻഡ് 8 സെക്കൻഡ് ഫ്രം ദി ഗ്രാഫ്. അതായത് 6 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇടയ്ക്ക് ഉള്ള വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ 6 സെക്കൻഡിനും 8 സെക്കൻഡിനും ഇതിന് ഇടയ്ക്കുള്ള വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 6 സെക്കൻഡിൽ 30 ആണ് അതിൻ്റെ പൊസിഷൻ വരുന്നത്. 8 സെക്കൻഡിൽ 40 ആണ് പൊസിഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇത്രയും ഭാഗത്തത് കണ്ടുപിടിക്കാൻ എന്ത് വേണം? 40 മൈനസ് 30 അത്രയും ഭാഗം മതിയല്ലോ. 10 ആണെന്ന് നമുക്കറിയാം. 10 കിട്ടുന്നത് എങ്ങനെയാണ്? 40 മൈനസ് 30. അപ്പോൾ 10. അപ്പോൾ ഈ ടൈമോ 2 ആണ് അല്ലേ? അതായത് 6നും 8നും ഇടയ്ക്ക് 2 ആണ് ഡിഫറൻസ് എന്ന് നമുക്കറിയാം. അപ്പോൾ 2 സെക്കൻഡാണ് അവിടുത്തെ ഡിഫറൻസ് വരുന്നത്. 10 ഡിവൈഡഡ് ബൈ 2 വരുമ്പോൾ എത്ര കിട്ടും? 5 മീറ്റർ പെർ സെക്കൻഡ്. 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. ഇവിടെ വെലോസിറ്റിയാണ്. വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് 10, ടൈം 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 5. ഞാൻ പറഞ്ഞു 2 ഗ്രാഫേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കുന്ന വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ അത് നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസ് വരയ്ക്കണം. ഇതിൽ ആദ്യം കിടക്കുന്നത് വൈ ആക്സിസിൽ കൊടുക്കണം, രണ്ടാമത് കിടക്കുന്നത് എക്സ് ആക്സിസിൽ കൊടുക്കണം. അപ്പോൾ ആദ്യം കിടക്കുന്ന വെലോസിറ്റിയാണ്, അത് ടൈം എക്സ് ആക്സിസിൽ കൊടുക്കണം, അത് സെക്കൻഡ് ആണെന്നറിയാം. പിന്നെ നമ്മൾ സ്കെയിൽ എഴുതണം. സ്കെയിൽ എങ്ങനെയാണ്? ഇവിടെ കൊടുത്തിരിക്കുന്നത് ടൈം 2 സെക്കൻഡ് കൂടിപ്പോകും. അപ്പം 1 എക്സ് ആക്സിസ് എന്ന് എഴുതിയിട്ട് 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 2 സെക്കൻഡാണ് നമ്മൾ എടുക്കുന്നത്. വൈ ആക്സിസിൽ എങ്ങനെയാണ്? 10 ആണ് കൂടി പോകുന്നത് അല്ലേ? അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. ഒരു കോളത്തിൽ വരാം. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഉണ്ട്, മീറ്റർ പെർ സെക്കൻഡാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് എഴുതുക. 5 ആണ് കൂടി പോകുന്നതെന്നുണ്ടെങ്കിൽ 1 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ്. പിടി കിട്ടി കാണുമല്ലോ നിങ്ങൾക്ക്. ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ 2 സെക്കൻഡ് ആയപ്പോൾ വെലോസിറ്റി എവിടെ വന്നു? 20 വന്നു. 4 സെക്കൻഡ് ആയപ്പോൾ 40 വന്നു. അപ്പോൾ അതിൻ്റെ പൊസിഷൻ നോക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് 6 സെക്കൻഡ് ആയപ്പോഴും 40 8 സെക്കൻഡ് ആയപ്പോഴും 40 10 സെക്കൻഡ് ആയപ്പോഴും 40 അല്ലേ? ബി മുതൽ സി വരെ യൂണിഫോം വെലോസിറ്റിയാന്ന് പറയാം. അപ്പോൾ ഇതിനകത്ത് 2 ഷേപ്പ് ഉണ്ട് അല്ലേ? ഒന്ന് ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈനും മറ്റൊന്ന് സ്ട്രെയിറ്റ് ലൈനും അല്ലേ? 2 ഷേപ്പ് ഉണ്ട്. അപ്പം നമുക്ക് പറയാമല്ലോ ഇതെങ്ങനെയാണെന്ന്. ഇത് ഒന്നെന്ന് പറയുന്നത്, അതായത് 0 തൊട്ട് 4 സെക്കൻഡ് വരെയുള്ള ഇത് യൂണിഫോം ആക്സിലറേഷനും ബി മുതൽ സി വരെയുള്ള സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് യൂണിഫോം വെലോസിറ്റിയുമാണെന്ന് നമുക്ക് പറയാം. ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ലേ? 2 വാല്യൂ ഒരേ ഗ്രാഫിൽ വരുന്നുണ്ടല്ലേ? ഈ വെലോസിറ്റി ടൈം ഗ്രാഫ്
ഈസ് എ ഗ്രാഫ് ദാറ്റ് പ്ലോട്ട് വെലോസിറ്റി ഓൺ ദ വൈ ആക്സിസ് ആൻഡ് ടൈം ഓൺ ദ എക്സ് ആക്സിസ്. നമുക്കറിയാം വെലോസിറ്റി വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിസിലുമാണ് കൊടുക്കുന്നത്. ഫ്രം ദി ഗ്രാഫ് വി ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി വെഹിക്കിൾ ബിറ്റ്വീൻ ദ 4th ആൻഡ് 10th സെക്കൻഡ്. അതായത് 4th സെക്കൻഡിലും 10th സെക്കൻഡിലുമുള്ള വെഹിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മളിതിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത്. കണ്ടില്ലേ, 4th സെക്കൻഡ് മുതൽ 10th സെക്കൻഡ് വരെ സ്ട്രെയിറ്റ് ലൈനിൽ പോവല്ലേ. സ്ട്രെയിറ്റ് ലൈനാണല്ലോ വെലോസിറ്റി എന്ന് പറയുന്നത്. ബി മുതൽ സി വരെയുള്ള ആ ഒരു വെഹിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. കാരണം 0 മുതൽ ബി വരെ, അതായത് 0 അത് കഴിഞ്ഞ് 20 പിന്നെ 14 ഈ ചരിഞ്ഞ് കിടക്കുന്നതെന്ന് വെച്ചാൽ ആക്സിലറേഷനാണ്. കാരണം അവിടെ ആക്സിലറേഷൻ സംഭവിച്ചത് കൊണ്ടാണ് വെലോസിറ്റിക്ക് അവിടെ ചേഞ്ച് വന്നു. അതുകൊണ്ടല്ലേ ചരിഞ്ഞ് കിടക്കുന്നത്. ആ ഒരു പൊസിഷനിൽ ചെന്നിട്ട് പിന്നെ വെലോസിറ്റിക്ക് വ്യത്യാസമേ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ബിയിൽ നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരുന്നത് സിയിലോട്ട്. ഫ്രം ദി ഗ്രാഫ് ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ വെഹിക്കിൾ ബിറ്റ്വീൻ 4th ആൻഡ് 10th സെക്കൻഡ്. 10th സെക്കൻഡിലെയും 4th സെക്കൻഡിലും വരുന്ന വെഹിക്കിളിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതായത് 4th സെക്കൻഡിലെയും 10th സെക്കൻഡിലെയും. അപ്പോൾ 4th മുതലാകുമ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, ഈ 4th മുതൽ 10th വരെയുള്ള കാറിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. നമുക്ക് ഗ്രാഫ് പ്രകാരം A to D വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എത്രയാണ്? A to B ആണ് അതിൻ്റെ വെലോസിറ്റി, അല്ലയോ? അപ്പം നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് എങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാം എന്നുള്ളതിലോട്ടാണ് വരുന്നത്. ആദ്യം വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്, അപ്പം ഡിസ്പ്ലേസ്മെൻറ്റിനെ ഇപ്പുറത്തോട്ട് വെലോസിറ്റി അപ്പുറത്തോട്ടും കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ഇൻറ്റു ആവും. അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം ആവും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുന്നത് വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. ഈ ഗ്രാഫിൽ വെലോസിറ്റി എന്ന് പറയുന്നത് എ ബി ആണ്, അല്ലേ? എടുത്തു നോക്ക് നിങ്ങൾ, എ ബി ആണ് വെലോസിറ്റി, എ ഡി ആണ് അതിൻ്റെ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ എ ബിയും എ ഡിയും ഇൻറ്റു ചെയ്താൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അതെ, 4 മുതൽ 10th സെക്കൻഡ് വരെ ആകുമ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? എ മുതൽ ബി വരെയാണ്. ടൈം എന്ന് പറയുന്നത് എ ഡി ആണ്. അപ്പോൾ എ ബിയും എ ഡിയും ഇൻറ്റു ചെയ്താൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. എ ബി ഇൻറ്റു എ ഡി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന്. അപ്പോൾ ഈ ഒരു ഷേപ്പ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ഷേപ്പ് വെച്ച് എ ഡി ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി ഇൻറ്റു എ ഡി എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതല്ലേ? ഓൺ ദ ഗ്രാഫ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു എ ബി ഇൻറ്റു എ ഡി, അതായത് വെലോസിറ്റി ഇൻറ്റു ടൈം, അതായത് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എ ബി സി ഡി. അപ്പോൾ അതിൻ്റെ ഏരിയ എടുത്താലും നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും, അല്ലേ? അപ്പോൾ ആ ഒരു തന്നിരിക്കുന്ന പോർഷൻ്റെ ഏരിയ എടുത്താലും നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ നോക്ക്, ആ എ ബി എന്ന് പറയുന്നത് 40 m/s ആണ്. നിങ്ങൾ ഗ്രാഫ് എടുത്ത് നോക്ക്. നെക്സ്റ്റ് നോക്ക്, ഈസിൻറ്റ് ദിസ് ഈക്വൽ ടു ദി ഏരിയ ഓഫ് ദി പോർഷൻ ബിലോ ബി സി ഓൺ ദ ഗ്രാഫ്? എ ബി 40 m/s ആണല്ലേ വെലോസിറ്റി. പിന്നെന്താണ്? ടൈം 4 മുതൽ 10 വരെ, അതിൻ്റെ ഇടയ്ക്കുള്ള 6 സെക്കൻഡാണ്. 2, 4, 6 6 സെക്കൻഡാണല്ലേ. അപ്പം ഇവിടെ എ ബി ഇൻറ്റു എ ഡി എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ എ ബി സി ഡി, അതായത് സ്ക്വയർ, അതാണ് എ ബി ഇൻറ്റു എ ഡി. സൈഡ് ഇൻറ്റു സൈഡ്, സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് അതിൻ്റെ ഏരിയ എടുത്താൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ എ ബി എന്ന് പറയുന്നത് 40 m/s ആണ്, എ ഡി എന്ന് പറയുന്നത് 6 സെക്കൻഡാണ്. ഇതിനോട് ഇൻറ്റു ചെയ്യുമ്പോൾ 240 മീറ്റർ വരും, അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. മനസ്സിലായല്ലോ? ഓൺ എ വെലോസിറ്റി ഓഫ് ടൈം ഗ്രാഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്തിൻ എ ഡെഫിനിറ്റ് ടൈം ഇൻ്റർവെൽ ഈസ് ഈക്വൽ ടു ദ ഏരിയ ഓഫ് ദി പോർഷൻ അണ്ടർ ദ ഗ്രാഫ് അറ്റ് ദാറ്റ് ഇൻ്റർവെൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 4 സെക്കൻഡ് ഫ്രം ഗ്രാഫ് 2.5. അതിനകത്ത് ഫസ്റ്റ് 4 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് 4 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 0 മുതൽ എ വരെ ഉള്ളത്, അവിടുന്ന് മുകളിൽ ഡിസ്പ്ലേസ്മെൻറ്റ് 14 വരെ ബി വരെ ഉള്ളത്, ആ ട്രയാങ്കിളുള്ളത്. നമ്മൾ പറഞ്ഞു ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ ഏരിയ, അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന്, അല്ലേ? ഇപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് ½ BH ആണെന്നറിയാം. ബി എന്ന് പറയുന്നത് ബേസ് 0 മുതൽ 4 വരെ, അപ്പോൾ ബേസ് 4 ആണ്. ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 40 ആണ്, അല്ലേ? ഇവിടുന്ന് ഇവിടം വരെ 40. 2 4 കൊണ്ട് വെട്ടുമ്പോൾ 2 കിട്ടും. 2 × 40 80 മീറ്റർ. അതാണ് അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ
യൂണിറ്റ് മീറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ദ ഫസ്റ്റ് 4 സെക്കൻഡ്, വാട്ട് ഈസ് ദ ആക്സിലറേഷൻ. അപ്പോൾ ഫസ്റ്റ് 4 സെക്കൻഡിലെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണ്, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റിയാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി, അതായത് v മൈനസ് യു. അപ്പോൾ ടൈം എന്ന് പറയുന്നത് 0 മുതൽ 4 സെക്കൻഡ് വരെയാണ് ടൈം കൊടുത്തിരിക്കുന്നത്. അവിടെ അപ്പോൾ 0-ലെ വെലോസിറ്റി സ്റ്റാർട്ടിംഗ് ആണ്, അവിടെ റെസ്റ്റാണ്, പോകുന്നതേ ഉള്ളൂ. അപ്പം അവിടെ 0 വെലോസിറ്റിയാണ് നമുക്കറിയാം. പിന്നെ 4-ൽ വരുമ്പോഴത്തേക്ക് വെലോസിറ്റി എത്രയാവുന്നു, 40 വെലോസിറ്റി ആകുന്നു അല്ലേ. 40 മീറ്റർ പെർ സെക്കൻഡ് ആണ് അവിടുത്തെ വെലോസിറ്റി വരുന്നത്. ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്കറിയാം 0 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്റ്റാർട്ടിങ് അറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഫൈനൽ വെലോസിറ്റി എത്രയാണ്, 40 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നറിയാം. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് 40 മൈനസ് 0 അല്ലേ, അതായത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി. അപ്പം മനസ്സിലായല്ലോ. അപ്പം ചേഞ്ച് ഇൻ വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ് വരും. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് എന്താണ്, വാട്ട് ഈസ് ഇറ്റ്സ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണെന്നറിയാം. ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന്. ടൈം ഫസ്റ്റ് 4 സെക്കൻഡിലെയാണ്, അപ്പോൾ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ 40നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടും. ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദിസ് വെഹിക്കിൾ ബിറ്റ്വീൻ 4 സെക്കൻഡ് 10 സെക്കൻഡ്. 4 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെ ഈ വെഹിക്കിളിൻ്റെ ആക്സിലറേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 0 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അല്ലേ. അതായത് ദിസ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ വെഹിക്കിൾ മൂവിങ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. വെലോസിറ്റിക്ക് അവിടെ ചേഞ്ച് വരുന്നില്ല, എന്നതുകൊണ്ട് 0 മീറ്റർ പെർ സെക്കൻഡാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് എങ്ങനെ അറിയാം, അറ്റ് 4 സെക്കൻഡിൽ വെലോസിറ്റി എന്ന് പറയുന്നത് പോയിൻറ്റ് ബിയിൽ ദ വെലോസിറ്റി എന്ന് പറയുന്നത് 40 മീറ്റർ പെർ സെക്കൻഡാണ്. അറ്റ് 10 സെക്കൻഡ് ആയപ്പോൾ പോയിൻറ്റ് സിയിൽ വെച്ച് ദ വെലോസിറ്റി ഈസ് അതും 40 മീറ്റർ പെർ സെക്കൻഡാണ്. ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി മൈനസ് ടൈം ആണല്ലേ. ഇവിടെ 40 മൈനസ് 40 എത്ര, ചേഞ്ച് ഇൻ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി 0, 40 മൈനസ് 40 0 വരും അല്ലേ, ഡിവൈഡഡ് ബൈ ടൈം, പിന്നെ 0 തന്നെയല്ലേ വരത്തുള്ളൂ. അപ്പം 0 മീറ്റർ, അവിടെ 0 മീറ്റർ പെർ സെക്കൻഡാണ് അവിടെ എന്തെന്ന് പറയുന്നത് ആക്സിലറേഷൻ നടക്കുന്നത്. കാരണം അവിടെ ആക്സിലറേഷൻ നടക്കുന്നില്ല, കറക്റ്റ് വെലോസിറ്റിയിലാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ, അതുകൊണ്ട് തന്നെ ഇവിടെ ആക്സിലറേഷൻ നടക്കുന്നില്ല. ഓക്കെ, ഇന്നത്തെ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ആണ്. അതിൻ്റെ കുറേ ഇക്വേഷൻസ് ആണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്ന് ഇവിടെ വെച്ച് നിർത്താം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. ഓക്കെ, താങ്ക് യു.